ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ഹെഡ് ഷോട്ട് അടിക്കേണ്ടതെന്നാണ് ഗൈസ്. അപ്പോൾ ഈ ഹെഡ് ഷോട്ട് അടിക്കാനായിട്ട് മെയിനായിട്ട് നമ്മൾ ഗെയിമിൽ വേണ്ടതാണ് സെൻസിറ്റിവിറ്റി ഗൈസ്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ആദ്യം നമ്മൾ നല്ലൊരു ഗണ്ണ് തന്നെ എടുക്കാം. SVDയോ വുഡ്പെക്കറോ ഡെസേർട്ടൊക്കെ എടുക്കാം. അതെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കണം ഗൈസ്. എനിക്ക് അത്യാവശ്യം നല്ലപോലെ ഹെഡ് കയറുന്നുണ്ട്. ഹെഡ് കയറാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ അടിച്ച് നോക്കുമ്പോൾ 2-3 അടിയൊക്കെ ചില തെറ്റിപ്പോവും. എന്നാൽ നമ്മൾ അടിക്കുമ്പം ഹെഡ് ഷോട്ട് കയറുന്നുണ്ട്. ക്ലിയർ ഹെഡ് ഷോട്ടല്ല, എന്തായാലും അത്യാവശ്യം നല്ലൊരു ഹെഡ് ഷോട്ട് കയറുന്നുണ്ട്. കണ്ടില്ലേ? ചെറിയ ലാഗ് ഉണ്ട് ഗൈസ്. നമ്മൾ മിഡ് റേഞ്ചിൽ നിന്നും ലോങ് റേഞ്ചിൽ നിന്നും എല്ലാ ഗണ്ണും വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് നമ്മൾ ഇതിൻ്റെ മനസ്സിലാകാൻ പറ്റത്തുള്ളൂ ഹെഡ് ഷോട്ട് കയറുന്നുണ്ടോ എന്ന്. ഗൈസ്, ഇതിൽ സെൻസിറ്റിവിറ്റി എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഗൈസ്, മിക്കവരും പറഞ്ഞുതരാണ് ഈ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഹെഡ് ഷോട്ട് അടിക്കാനുള്ള സെൻസിറ്റിവിറ്റി എടുത്തിടും. പക്ഷേ അതൊക്കെ സത്യം പറഞ്ഞാൽ ഫേക്കാണ് ഗൈസ്. നിങ്ങളെ ഫോണിന് നിങ്ങൾ തന്നെ സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഗൈസ്, ആദ്യം തന്നെ ഞാൻ 140 ഇട്ട് നോക്കുന്നു. അടിക്കുമ്പോൾ കയറുന്നുണ്ട്. കണ്ടില്ലേ? ആദ്യം 2-3 ബോഡി കൊള്ളും. അപ്പോൾ 1 ടാപ്പൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ കുറച്ച് 0-ഇട്ട് നോക്കും. 0 ഇടുമ്പോൾ കണ്ടോ ഒന്നും കയറില്ല. അങ്ങനെ നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ അടിയിലും വെച്ച് നോക്കി ഡ്രാഗ് ചെയ്ത് നമ്മൾ ഹെഡ് ഷോട്ട് അടിക്കാൻ പഠിക്കണം. നമ്മൾ ആദ്യം ജനറലാണെങ്കിലും മെയിനായിട്ടുള്ളത് ഇല്ലേ, ജനറൽ ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ 50 വെച്ച് അതിൽ കയറിയില്ല. അപ്പോൾ നമ്മൾ 96 വെച്ച് അപ്പോൾ അടിച്ചപ്പോൾ കയറി. കണ്ടില്ലേ ഹെഡ് ഷോട്ട്? ഡെസേർട്ട് ട്രൈ ചെയ്ത് നോക്കാം. വുഡ്പെക്കർ നോക്കാം ഗൈസ്. വുഡ്പെക്കർ അതിനുശേഷം വുഡ്പെക്കർ വെച്ചിട്ട് ഒരടി അടിച്ച് നോക്കാം ഗൈസ്. കണ്ടില്ലേ? വുഡ്പെക്കറിലും 1 ടാപ്പ് കയറുന്നുണ്ട്. ഈ ഡെസേർട്ടും കൂടെ ഡെസേർട്ടിലേക്ക് ചെറുതായിട്ട് കയറുന്നുള്ളൂ കേസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെൻസിറ്റിവിറ്റി ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കണ്ടില്ലേ? കുറച്ചായിട്ട് കയറണുള്ളൂ. ഒന്നും കൂടെ നോക്കിയാൽ അപ്പോൾ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളപ്പോൾ ഒരു 110 വെച്ചിട്ടൊന്ന് അടിച്ച് നോക്കാം. വെച്ചിട്ടും കയറുന്നുണ്ട് കേസ്. 110 അടിക്കുമ്പം കയറുന്നുണ്ട്. അത് പെട്ടെന്ന് കണ്ടപ്പോൾ കയറണമെന്നില്ല ഒറ്റ അടിക്കൊന്നും. അതൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ആയാലേ കയറുള്ളൂ. പ്ലീസ് നമ്മൾ സെൻസിറ്റിവിറ്റി ഇതേപോലെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ ട്രെയിനിങ് ഗ്രൗണ്ടിലായിരിക്കണം. ട്രെയിനിങ് ഗ്രൗണ്ടിൽ കൂടെ നല്ല രീതിയിൽ പ്രാക്ടീസ് അടിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ്, വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് റോഡ് ടു 1K ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.